BTV. Being with you. The community channel. കരളിനെയോർത്ത് കഴിക്കല്ലേ പാരസെറ്റമോൾ. എന്തിനും ഏതിനും പാരസെറ്റമോൾ കഴിച്ചാൽ എല്ലാം നേരെയായി എന്ന ചിന്ത ഇനി മാറ്റിക്കോളൂ. ഡോക്ടർ പറഞ്ഞ മരുന്നായിട്ട് പോലും നടുവേദന, സന്ധിവാതം തുടങ്ങിയ അസുഖങ്ങൾക്ക് പാരസെറ്റമോൾ ഫലപ്രദമാവില്ലെന്ന് വൈദ്യശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നു. മാത്രവുമല്ല, പാരസെറ്റമോൾ ധാരാളമായി ഉപയോഗിക്കുന്നവരിൽ കരൾ രോഗത്തിനു സാധ്യത കൂടുതലാണെന്നും പഠന റിപ്പോർട്ട് തെളിയിക്കുന്നു. സിഡ്നി സർവകലാശാലയിലെ ഗവേഷകരുടെ സംഘമാണ് ഗവേഷണം നടത്തിയത്. 5000-ലധികം രോഗികളിലായി 13 തവണ നടത്തിയ മരുന്ന് പരീക്ഷണത്തിന്റെ ഫലം ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നടുവേദന, സന്ധിവാതം തുടങ്ങിയ അസുഖങ്ങൾക്ക് പാരസെറ്റമോൾ ശുപാർശ ചെയ്യുന്നവരാണ് അധികവും. എന്നാൽ ഇത് എത്രത്തോളം ഇത്തരം രോഗികളിൽ ഫലപ്രദമാവുന്നുണ്ടെന്നായിരുന്നു പഠനം. നടുവേദന മൂലമുണ്ടാകുന്ന ശാരീരിക ക്ഷമതാക്കുറവിന് പാരസെറ്റമോൾ പരിഹാരമാവുന്നില്ലെന്ന് ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നടുവേദന, സന്ധിവാതം തുടങ്ങിയ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക ക്ഷമതാക്കുറവ് പരിഹരിക്കാനോ ജീവിത ഗുണനിലവാരം ഉയർത്താനോ പാരസെറ്റമോളിനാവില്ല. കൂടാതെ കരളിനെ വിഷലിപ്തമാക്കുന്നതിൽ പാരസെറ്റമോൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പരീക്ഷണം നടത്തിയ രോഗികളിൽ 4-5 തവണ കരൾ രോഗനിർണയ പരിശോധന നടത്തുകയും ചെയ്തു. ഇതിൽ ലിവർ ടോക്സിസിറ്റി കൂടുതലാണെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത്. ഗവേഷക സംഘത്തിൽ ഉൾപ്പെട്ട ഗുസ്താവോ മക്കാഡോയുടെ വാദം നോക്കാം. നാഡീ സംബന്ധമായ അസുഖങ്ങൾക്ക് പാരസെറ്റമോൾ ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഞങ്ങളുടെ ഗവേഷണത്തിൽ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവരിൽ കുറഞ്ഞത് 4 തവണയെങ്കിലും കരളിന്റെ പ്രവർത്തനം അസാധാരണത്വം പ്രകടമാക്കിയതായും ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശാരീരിക ക്ഷമതാക്കുറവിന് പ്രധാന കാരണമായി കണ്ടെത്തിയിട്ടുള്ളത് നടുവേദനയാണ്. UK-യിൽ മാത്രം പ്രതിവർഷം 26 ദശലക്ഷം അസുഖം പിടിപെടുന്നതായാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ പ്രത്യേക ശുപാർശ പ്രകാരം മാത്രമേ പാരസെറ്റമോൾ കഴിക്കാവൂ എന്നാണ് ഗവേഷക സംഘത്തിന്റെ നിർദ്ദേശം. അതുകൊണ്ട് കരളിനെ ഓർത്തെങ്കിലും പാരസെറ്റമോൾ മരുന്ന് ഉപേക്ഷിക്കൂ. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.